ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതൃയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 35-ാം സങ്കീർത്തനം 11 മുതൽ 15 വരെയുള്ള വേദഭാഗം ഈ എപ്പിസോഡിൽ ധ്യാനത്തിനും പഠനത്തിനുമായി നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അവർ എനിക്ക് നന്മയ്ക്കു പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ രോഗിയായി കിടന്നപ്പോൾ പരുക്കൻ വസ്ത്രം ധരിച്ച് ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ചു കുനിഞ്ഞു നടന്നു. അവരോ എൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ചു കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്കെതിരായി കൂട്ടുകൂടി. അവർ ഇടപെടാതെ എന്നെ പഴിച്ചു പറഞ്ഞു. 11 മുതൽ 15 വരെയുള്ള 35-ാം സങ്കീർത്തനത്തിലെ വേദഭാഗം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളതാണ്. 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ പരാതികളെന്ന് തോന്നുന്ന അനുഭവങ്ങളെ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച ദാവീദ് 10-ാമത്തെ വാക്യത്തിൽ എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, എളിയവനും ദരിദ്രനുമായവനെ തന്നേക്കാൾ ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട് എന്ന് സന്തോഷത്തോടെ അസ്ഥികളൊക്കെയും പറയുമെന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു ചെറിയ ഒരു പോസ്റ്റിന് ശേഷം വീണ്ടും അദ്ദേഹം നേരിട്ട ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്തന്മാർ പച്ച മനുഷ്യർ. ജീവിത അനുഭവങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ അനുഭവക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തും. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊരു ഡയറി കുറിപ്പ് പോലെയാണ്. പ്രാർത്ഥനയാണ്, ഒരു ഡയറി കുറിപ്പാണ്, ഒരു ഉപദേശമാണ്, ചില പരാതികളും പരിഭവങ്ങളുമാണ്, എല്ലാമുണ്ട്. എന്നിട്ട് ദാവീദ് നേരിട്ട ചില അനുഭവങ്ങൾ, രാജാവായ ദാവീദ്, ആട്ടിടയനായ ദാവീദ്, നീതിമാനും പ്രവാചകനും പുരോഹിതനുമായ ദാവീദ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ വിവിധ പദവികളിൽ അദ്ദേഹം നേരിട്ട അനുഭവങ്ങളെ അദ്ദേഹം ഒരു ഡയറി കുറിപ്പ് പോലെ രേഖപ്പെടുത്തുന്നു. അതിൽ 11-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ദാവീദിന് നേരിടേണ്ടി വന്ന ഒരു ന്യായവിസ്താര സമയത്തെപ്പറ്റി പറയുകയാണ്. ദാവീദിനെതിരായി കള്ളസാക്ഷികൾ പറഞ്ഞവരുണ്ട്. ഒരുപക്ഷെ ഒരു പ്രവചനമായി ദാവീദ് പറഞ്ഞതായിരിക്കാം. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ക്രിസ്റ്റോളജിക്കൽ അഫർമേഷനായിട്ട് തന്നെ പറയാറുണ്ട്. കള്ളസാക്ഷികൾ എനിക്കെതിരെ എഴുന്നേറ്റ് അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ന്യായവിസ്താര സമയത്ത് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഭക്തൻ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ട് അയ്യോ ഭക്തൻ അങ്ങനെയാണോ, ദാവീദ് അങ്ങനെ പറഞ്ഞോ, പ്രതികാരത്തോടാണോ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തു കേന്ദ്രീകൃതമായി നാം അതിനെയൊക്കെ ധ്യാനിക്കണമെന്ന്. ചിലപ്പോൾ അദ്ദേഹം നേരിട്ട അനുഭവങ്ങളെക്കാളൊക്കെ ഉപരി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തപ്പെട്ട മർമ്മങ്ങളും പ്രാർത്ഥനകളായി രേഖപ്പെടുത്തിയതായിരിക്കാം. കർത്താവിനെ ക്രൂശിൽ തറയ്ക്കാൻ നേരം പടയാളികൾ കർത്താവിനെതിരായി ഒരുപാട് ആരോപണം ഉന്നയിച്ചു. ഒന്നും ഒത്തുവന്നില്ല. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും ഒത്തുവന്നില്ല. പക്ഷേ എന്നിട്ട് അവസാനം പറയുകയാണ്, വിശ്വസനീയമായിട്ട് പറഞ്ഞു, കള്ളത്തരത്തിനിടയിൽ ഒരു തെളിവുണ്ടാക്കിയെടുത്തു. ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയാം. അതായത് യഹൂദൻ്റെ ദേവാലയം, യെരൂസലേം ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാം എന്നിവൻ പറഞ്ഞു, പഠിപ്പിച്ചു. താൻ ദൈവമാകുന്നു എന്ന്, മനുഷ്യനായിരിക്കെ ദൈവമാകുന്നു എന്ന് പഠിപ്പിച്ചു. പല കള്ളസാക്ഷികളും ഒത്തുവന്നില്ലെങ്കിലും ഒത്തുവരുന്ന ചില കള്ളസാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും നമ്മളെക്കുറിച്ച് ചിലതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ജനങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. ആ രീതിയിൽ വരെ പറയും. അതുകൊണ്ടാണ് പറയുന്നത്, ദാവീദ് പ്രവചനാത്മകമായി കൂടി പറയുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും
വരുവാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ അനുഭവം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അറിയാത്ത കാര്യം ചോദിക്കുന്നു. കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഒരു ക്രിസ്റ്റോളജിക്കൽ അഫർമേഷനായിട്ട് അവിടെ കിടക്കട്ടെ. അതോടൊപ്പം ദാവീദിൻ്റെ വ്യക്തി ജീവിതത്തിൽ കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ചില അറിയാത്ത കാര്യം ചോദിക്കുകയാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലും ഒരു കാര്യം കിടക്കണം. കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഇടപെടുന്ന ചില മനുഷ്യരുണ്ട്. ചിലരൊക്കെ നല്ല സത്യസന്ധരാണ്. അവരെ ഏൽപ്പിക്കുന്ന ചുമതലകളിൽ സത്യമായിട്ട് അവർ പെരുമാറും. അവരെ ഏൽപ്പിക്കുന്നത് ദേവാലയ ചുമതലയാണെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ, ഹോസ്പിറ്റലുകളാണെങ്കിൽ വളരെ സത്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ അവിടെ ഇരുത്തുന്നത് ചിലർക്ക് ഇഷ്ടമേ അല്ല. അവർ കള്ളത്തരം കാണിച്ചു എന്ന് പറയും. ചില മനുഷ്യർ പെട്ടെന്ന് വീണു പോകുന്നത് അങ്ങനെ. ഈ സത്യസന്ധരായ മനുഷ്യരെ സംബന്ധിച്ച്, നിർമ്മലരായ മനുഷ്യരെ സംബന്ധിച്ച് ചിലപ്പോൾ തൊട്ടാവാടികളായിട്ട് മാറ്റപ്പെടും. അവർ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ, വെട്ടിച്ചു എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് അങ്ങനെയുള്ള സാഹചര്യത്തിലോട്ട് കടന്നു വരത്തേയില്ല. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നീ നല്ല കാര്യങ്ങൾ ചെയ്ത് നിൻ്റെ സഭയ്ക്കും നിൻ്റെ സമൂഹത്തിനും നിൻ്റെ കുടുംബത്തിനും വേണ്ടി നീ പ്രവർത്തിച്ചിട്ട് ഏതൊക്കെയോ ചില കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിനക്കെതിരെ സാക്ഷ്യം പറയുമ്പോൾ നീ നിരാശപ്പെട്ടു പോകല്ലേ പ്രിയപ്പെട്ടവനെ. കാരണം അങ്ങ് ദൈവത്തിൻ്റെ ഒരു വലിയ സൃഷ്ടിയാണ്. തമ്പുരാന് നിന്നെ വേണം. അങ്ങ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ, രാജിവെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ കയറി വരുന്നത് ദൈവമില്ലാത്ത കുറേ മനുഷ്യരാണ്. ഈ കള്ളസാക്ഷികൾ കയറി വരും. ദൈവമുണ്ടാക്കിയ, പിതാക്കന്മാരുണ്ടാക്കിയ, രൂപപ്പെടുത്തിയ സ്ഥാപനങ്ങൾ, സഭാ സംവിധാനം ഒക്കെ ഇവർ തകർക്കും, അവരില്ലായ്മയാക്കും. അതുകൊണ്ടാണ് ചില മനുഷ്യർ വളരെ നിശബ്ദതയോടുകൂടി ചിലതൊക്കെ കേട്ടോണ്ടിരിക്കും, പുഞ്ചിരിയോടുകൂടി കേട്ടോണ്ടിരിക്കും. നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ സഭകളിലും സമൂഹങ്ങളിലുമൊക്കെ വരുന്ന ചില വെല്ലുവിളികൾ കാണുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം. ചിലർക്കെതിരെ കള്ളക്കേസുകൾ ഒത്തിരി സൃഷ്ടിക്കുന്നുണ്ട്, അടിച്ചു മാറ്റി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടെല്ലാം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ആരാണ് പറഞ്ഞത്, ആരെക്കുറിച്ചാണ് പറഞ്ഞത്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവരെന്താ ലക്ഷ്യം വയ്ക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. നമ്മൾ ചെയ്യാത്ത ചിലതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും. നമ്മളോട് ചോദിക്കും. നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല, സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. അപ്പോൾ സ്വപ്നത്തിൽ പോലും കാണാതെയും സ്വപ്നത്തിൽ പോലും ആലോചിക്കാതെയും ചിലതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ വ്യസനകരമായ കാര്യമാണ്, വലിയ ദുഃഖകരമായ കാര്യമാണ്. എന്താ മറുപടി പറയുന്നത്? ചിലപ്പോൾ മറുപടി ഇല്ലാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെ വരും. ചോദ്യത്തിന് ഉത്തരമില്ല. അതുകൊണ്ട് എപ്പോഴും ചോദിച്ചോണം. ചിലർക്ക് നേരെ ചിലരൊക്കെ തട്ടിക്കയറും, മീറ്റിങ്ങുകളിലും സമൂഹത്തിലുമൊക്കെ തട്ടിക്കയറും. അവരൊക്കെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് അതിനേക്കാളുമൊക്കെ ഉപരിയായി അവൻ്റെ രക്ഷകന് മറുപടി പറയാൻ തക്കോണം വിട്ടുകൊടുക്കുകയാണ്. രക്ഷകൻ മറുപടി പറയാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നവർ ചിതറിപ്പോകുമെന്ന് ഓർക്കുക. വീണ്ടും പറയുന്നു, അവർ എനിക്ക് നന്മയ്ക്കു പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. പ്രാണന് അനാഥത്വം വരുത്തുക എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു ചിന്തയാണ് പ്രിയമുള്ളവരെ. പ്രാണന് പ്രത്യേകിച്ച് ആരുടെയും കൂട്ടുവേണ്ട, പ്രാണൻ ആരുടെയും പിന്തുണയും വേണ്ട. ആത്മാവാണ് പ്രാണൻ. പ്രാണനും ആത്മാവും ചേർന്ന് നിൽക്കുകയാണ്. പ്രാണൻ അനാഥത്വം വരുത്തുന്നു. എങ്ങനെയാണ് വരുത്തുന്നത്? നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണൻ അനാഥത്വം വരുത്തുന്നു. നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മയ്ക്ക് പകരമായി തിന്മയാണ് കിട്ടുന്നതെങ്കിൽ അന്തരാത്മാവ് ചിലപ്പോൾ ഖേദിച്ചു പോകും. അനാഥത്വം വരുത്തുകയാണ്. എൻ്റെ പ്രാണൻ അനാഥത്വം വരുത്തരുത്. അനാഥത്വം വരാൻ പാടില്ല. കാരണം ആരുടെയെങ്കിലും നിന്നയോ ദുഷ്യോ കേട്ട് ഞാൻ തളർന്നു പോയാൽ എൻ്റെ പ്രാണൻ വേദനിക്കും. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. CP ചാണ്ടി സാർ പാടിയ പാട്ട് 23-ാം സങ്കീർത്തനത്തിൻ്റെ വരികൾ. യാഹെന്ന ദൈവമെന്നിടയനഹോ, യാതൊരു കുറവുമില്ലെനിക്കിനിയും. പച്ചപ്പുൽപ്പുറത്തെന്നെ കിടത്തുന്നവൻ, നിശ്ചല ജലമെന്നെ കുടിപ്പിക്കുന്നു. തൻ തിരുപാതയിൽ നടത്തുന്നെന്നെ, കുരിരുൾ താഴ്വരെ അതിൽ നടന്നാൽ
സാരമില്ലെനിക്കൊരു ഭയവുമില്ല. ഉന്നതനെന്നോടു കൂടെയുണ്ട്, തന്നിടുന്ന ആശ്വാസം തൻ വടികോൽ. എനിക്കൊരു വിരുന്നവനൊരുക്കിടുന്നു, എന്നോടെ വൈരികളിൻ നടുവിൽ. ശിരസിനെ അഖിലവും അനുദിനവും പൂശുന്നു സൗരഭ്യ തൈലമതാൽ. ഹൃദ്യമായ വരികൾ, ഹൃദ്യമായ പ്രാർത്ഥന. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാണൻ അനാഥത്വം വരുത്തരുതേ. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നമുക്കും ദൈവസന്നിധിയിൽ ഹൃദയംഗമായിട്ട് ആധുനിക കാലഘട്ടത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാണൻ അനാഥത്വം വരുത്തരുതേ. അനാഥത്വം വരുത്തരുതേ എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും നിന്ദകളും ദുഷികളും കേട്ടുകൊണ്ട് ഞാൻ തളർന്നു പോകരുത്. എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ പ്രാണനിലേക്ക് വേദന കടന്ന് ചെല്ലരുത്. നമുക്കൊക്കെ ഒരു പോസിറ്റീവ് എൻറ്റിറ്റി ഉണ്ടാകണം, ആത്മധൈര്യം ഉണ്ടാകണം. മനസ്സ് ശക്തീകരിക്കപ്പെടുമ്പോൾ പ്രാണൻ അനാഥത്വം വരികയില്ല. പ്രാണനെ ദൈവവുമായി ബന്ധപ്പെടുത്തണം, ദൈവാത്മാവുമായി ബന്ധപ്പെടുത്തണം. എൻ്റെ ജീവാത്മാവിനെ പരമാത്മാവുമായി ബന്ധപ്പെടുത്തണം. ജീവാത്മാവിനെ പരമാത്മാവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രാണൻ അനാഥത്വം വരികയില്ല. ഒറ്റയല്ല, ഒരു വലിയ വിശുദ്ധ സംഘത്തിൽ നമ്മൾ ചേർക്കപ്പെടുകയാണ്. ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മളൊക്കെ ചിലപ്പോൾ അനാഥരായി മാറുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെയും നമ്മുടെ പ്രാണനെയും അനാഥത്വം വരുത്താതെ കാത്തുകൊള്ളുന്ന ഒരു വലിയ ദൈവമുണ്ട്. പ്രാണൻ അനാഥത്വം വരുത്തുന്ന അനുഭവം എന്ന് പറയുന്നത് അത് ഏകാന്തതയുടേതാണ്, അത് നിരാശയുടേതാണ്, ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയുടേതാണ്. ചില പ്രതിസന്ധികളിൽ പതറിപ്പോകുന്ന അനുഭവമാണ്. പ്രതിസന്ധികളിൽ പതറിപ്പോകുകയാണെങ്കിലും പ്രാണൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. പ്രാണൻ്റെ പിടച്ചിൽ, പ്രാണൻ്റെ ആത്മീയമായ അനുഭവം പരമാത്മാവുമായി ബന്ധപ്പെടട്ടെ. ജീവാത്മാവും പരമാത്മാവും ചേർന്ന് സംവേദിക്കുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്നിട്ട് കള്ളസാക്ഷികളും നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരും അവരുടെ പ്രയാസത്തിൽ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷിക്കുന്നുണ്ട്. ഞാനും അവർ രോഗിയായിരുന്നപ്പോൾ പരുക്കൻ വസ്ത്രം, അതായത് രട്ട് ധരിച്ച് ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു. അതായത് ഇപ്പോൾ എന്നെ ഉപദ്രവിക്കുന്നവരെ രോഗികളൊക്കെ ആയിരുന്നപ്പോൾ, പ്രയാസം അനുഭവിച്ചപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പശ്ചാത്താപത്തോടെ കണ്ണുനീരോടെ രട്ട് ധരിച്ച് പരുക്കൻ വസ്ത്രം ധരിച്ച് ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു. ശക്തമായി ഉപവസിച്ചു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ആത്മതപനം ചെയ്തു. ആത്മാവിനെ സമർപ്പിച്ച്, പ്രാണനെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആത്മശരീര മനസ്സുകളുടെ പൂർണ്ണ പ്രാർത്ഥന നടത്തി. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അതൊരു ഹൃദ്യമായ കാര്യമാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധമായ ആരാധനയ്ക്കിടയിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കാസ ബീലാസാകളെ വലയം ചെയ്ത് പ്രാർത്ഥനാപൂർവം ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് സമൂഹത്തെ അനുഗ്രഹിക്കുകയാണ്. സമാധാനമുണ്ടായിരിക്കട്ടെ. അതിനുശേഷം കൈകൾ ഒരു പ്രത്യേക പൊസിഷനിൽ മടക്കി തിരികെ കൊണ്ടുവരികയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സമാധാനം നിങ്ങൾ നേരണം. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവനിൽ വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ പോരും. ഇവിടെ പറയുന്നുണ്ട്, അനർഹനായിട്ടുള്ളവൻ, ഉപദ്രവിയായിട്ടുള്ളവൻ രോഗിയായി കിടന്നപ്പോൾ ആത്മതപനം ചെയ്ത് ഉപവസിച്ചു. എന്നാൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. ആ പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഇരട്ടി ശക്തിയോടുകൂടി അത് മാർവിടത്തിലേക്ക് മടങ്ങി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിസന്ധി വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദര നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ മാർവിടത്തിലേക്ക് മടങ്ങി വരുന്ന പ്രാർത്ഥനകൾ എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഭവം. മകനെ, അവൻ അർഹതയില്ലെങ്കിലും അവന് ഞാൻ സൗഖ്യം കൊടുക്കാം. നമ്മൾ പറയത്തില്ലേ, ഒരു കത്ത് അയക്കുമ്പോൾ അതിനൊരു മറുപടി കിട്ടണ്ടയോ, ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു റിപ്ലൈ കിട്ടണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
എതിരാളിയായിട്ടുള്ളവൻ വയ്യാതെ കിടന്നപ്പോഴും ഇപ്പോൾ ഉപദ്രവിക്കുന്നവൻ അവൻ വയ്യാതെ തളർന്നു കിടന്നപ്പോഴും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആത്മതപനം ചെയ്ത് കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. കാരണം അനുഗ്രഹം അവന് കിട്ടേണ്ടത് കിട്ടി. അതുകൊണ്ട് അവൻ്റെ രോഗം മാറി, പ്രതിസന്ധി മാറി. ദൈവം അത് സ്വീകരിച്ചു, റിപ്ലൈ കൊടുത്തു. ഓക്കെ മോനെ, നീ പ്രാർത്ഥിച്ചതുപോലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ രക്ഷപ്പെടും, അവൻ രോഗം മാറും. രോഗം മാറ്റി. പക്ഷേ മാറിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യുന്നത് കള്ളസാക്ഷിയായിട്ട് പ്രവർത്തിക്കുകയാണ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയാണ്. അവന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചവന് കണ്ണുനീര് കുടിക്കാൻ കൊടുക്കുകയാണ്, പ്രാണൻ അനാഥത്വം കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ടവനെ, നിങ്ങളും ഞാനും എനിക്കും നിങ്ങൾക്കും വേണ്ടി കണ്ണുനീരൊഴുക്കി ആത്മതപനം ചെയ്ത് പ്രാർത്ഥിച്ചവൻ്റെ പ്രാണൻ അനാഥത്വം വരുത്തുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ മാതാപിതാക്കൾക്കെതിരായിട്ടായിരിക്കും, സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എതിരായിരിക്കാം. അതുകൊണ്ട് നിൻ്റെ സന്തോഷത്തിൻ്റെ അവസരത്തിൽ, നിൻ്റെ സമൃദ്ധിയുടെ കുടീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരെ നിന്ദിക്കാനും ദുഷിക്കുവാനും ഒന്നും പോകരുതേ. നാശം വരുത്തുവാനുള്ള ചിന്തകൾ ഉണ്ടാക്കരുതേ. കാരണം നീ നാശം വരുത്തുവാൻ ശ്രമിക്കുന്നവൻ ഈ സമയത്ത് അവൻ്റെ നിസ്സാരതയിലിരുന്നു കൊണ്ട് ആത്മതപനം ചെയ്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കാഠിന്യം ആ കലശം പതിക്കാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഞാനുമൊക്കെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് തിരിയണം, ഭക്തിയോടെ ദൈവസന്നിധിയിലേക്ക് തിരിയണം, നിലവിളിയോടെ ദൈവസന്നിധിയിലേക്ക് തിരിയണം. സർവശക്തനായ ദൈവമേ, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നാലും രോഗം മാറിയാലും ഒരുപക്ഷെ അവൻ എനിക്ക് വേണ്ടി ശാപം നൽകുന്നവനായിരിക്കും. അതുകൊണ്ട് ആ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. ശിമോൻ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണ ചോദിച്ചു. നമ്മളോർക്ക് ഒരേ ആടുകളെ മേയ്ക്കുക എന്ന് പറയുകയാണ്. യോഹന്നാൻ 21-ാം അധ്യായം. ആദ്യത്തെ തവണ ചോദിക്കുന്നു, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ്. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അത് കുഞ്ഞാടുകൾ. ഓക്കെ, നീ നിർമ്മലരോടൊപ്പം ആയിരിക്കണം, നിഷ്കളങ്കരോടൊപ്പം ആയിരിക്കണം. രണ്ടാമത് ചോദിക്കുന്നു, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവേ, ഞാൻ ഇവയെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കണം. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ആടിൻ്റെ അർത്ഥം മുട്ടനാടുകളെ നീ മേയ്ക്കണം, അവയോടൊപ്പമായിരിക്കണം എന്ന് വെച്ചാൽ ഉപദ്രവിക്കുന്ന ആടുകളുമുണ്ട് എൻ്റെ കൂട്ടത്തിൽ. 3ാമത് തളർന്ന ആടുകളാണ്, നീ അവയും സേവിക്കണം. എന്നെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഒരേ സമയം നിർമ്മലന്മാരോടൊപ്പം ആയിരിക്കണം, ഉപദ്രവിക്കുന്നവരോടൊപ്പം ആയിരിക്കണം, തളർന്ന ആടുകളോടൊപ്പം എനിക്ക് വേണ്ടി നീ ആയിരിക്കണം. കർത്താവ് പത്രോസിന് കാണിച്ചു കൊടുക്കുക, പത്രോസേ, ഞാൻ അടുത്ത ദിവസം സ്വർഗാരോഹണം ചെയ്തു പോകും. നാളെ തൊട്ട് നീ എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നവനാകും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഒരുപക്ഷെ സൗഖ്യം നേടാൻ നിൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ കടന്നു വരും. നീ നോക്കുമ്പോൾ മനസ്സിലായി, അവള് പഴയ സമയത്ത് നിന്നെ ഒറ്റിക്കൊടുത്തവളാണ്, ഇവനും ആ നസ്രായൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണെന്ന് ആ നെരിപ്പോടിൻ്റെ അടുക്കൽ നീ ഇരുന്നപ്പോൾ പറഞ്ഞവളാണ്. അവളോട് നീ പ്രതികാരം ചെയ്യാൻ പോകരുത്. ഒരുപക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ കന്നത്തടിച്ചവനും നിൻ്റെ അടുക്കൽ സൗഖ്യത്തിന് വേണ്ടി വരും. ഞാൻ നിന്നോട് ചെയ്തതുപോലെ നീ അവനോട് ചെയ്യണം, ക്ഷമയോടെ ചെയ്യണം, കരുണയോടെ ചെയ്യണം. ആ ഒരു സുവിശേഷമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരും നമ്മൾ സഹായിക്കുന്നവരും വലങ്കൈ കൊണ്ട് നീട്ടിക്കൊടുക്കുന്നവരും ക്ഷീണത്തിൽ സഹായിക്കുന്നവരുമൊക്കെ നാളെ നമുക്ക് ആശ്വാസമാകുമെന്നൊന്നും ചിന്തിക്കണ്ട. അവൻ സൗഖ്യം പ്രാപിച്ച ഇരട്ടി ശക്തിയോടെ നമ്മളെ നശിപ്പിക്കാൻ ഓടി വരുന്നവനാകാം, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, ബേജാറാകണ്ട. കാരണം ആ സമയത്ത് എനിക്കും നിങ്ങൾക്കും കരുതലിനായി ദൈവമുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സഹായം തേടേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ന് ആർക്കെങ്കിലും ഉപദ്രവിക്കുന്നവനോ നന്മ ചെയ്യുന്നവനോ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിൻ്റെ പാത തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്, ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവം അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നോളും. എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി, അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ചു കുനിഞ്ഞു നടന്നു. ഉപദ്രവിയായി ഇന്ന് വർദ്ധിച്ചവൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ വേദനപ്പെട്ട് കിടന്നപ്പോൾ അവന് വേണ്ടി സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ ഞാൻ പെരുമാറി. വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. കാരണം അത്രമാത്രം അങ്ങനെയുള്ളവരോട് സങ്കീർത്തനക്കാരൻ കരുണ കാണിച്ചു. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു എന്ന് വെച്ചാൽ സ്വന്തം മാതാവിന് വരുന്ന വേദന പോലെ, സഹോദരങ്ങൾക്ക് വരുന്ന ദുഃഖം പോലെ അവരുടെ വേദനകളേറ്റു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം ചിന്തിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനത്തിൻ്റെ ഒരു പൂർണ്ണത അവിടെയാണ്.
ആദ്യത്തെ ചില പ്രാർത്ഥനാവലികൾ കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ വരുമ്പോഴാണ് ദാവീദിൻ്റെ ആത്മീയതയുടെ, ഭക്തൻ്റെ ആത്മീയതയുടെ പൂർണ്ണത മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉപദ്രവിച്ചവൻ, കുറ്റം പറഞ്ഞവൻ വയ്യാതെ രോഗിയായി കിടന്നപ്പോൾ അവനു വേണ്ടി ഉപവസിച്ചു, 2 വസ്ത്രം ധരിച്ചു, സ്വന്തം അമ്മയ്ക്ക് വേദന വരുന്നത് പോലെ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു, ഒരു സ്നേഹിതനോ സഹോദരനെയോ പോലെ പെരുമാറി. നമ്മളൊന്നും ഇത്രയുമൊന്നും ആയിട്ടില്ല കേട്ടോ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതാ. ഫലത്തെ കണ്ണത്തടിക്കുന്നവൻ ഇടത്തേത് മറ്റേതും കാണിച്ചു കൊടുക്കുക. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത എവിടെയാണ്? എത്രമാത്രം ഭക്തിയാണ്! സ്നേഹിതനും സഹോദരനും എന്ന പോലെ പെരുമാറിയാൻ പറ്റിയാൽ, അമ്മയെപ്പോലെ ദുഃഖിക്കുന്നവനെ പോലെ ദുഃഖിച്ചു കൂനിഞ്ഞ് നടക്കാൻ പറ്റിയാൽ, ആത്മദമനം ചെയ്യാൻ പറ്റിയാൽ, പരുക്കൻ വസ്ത്രം ധരിക്കാൻ സാധിച്ചാൽ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ സാധിച്ചാൽ, വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം അവൻ വയ്യാതെ കിടന്നപ്പോൾ നീ ഇതൊക്കെ ചെയ്തു. ഇന്ന് നിന്നെ ഉപദ്രവിച്ചതിന് ശേഷം നാളെ അവന് വീണ്ടും വയ്യാതെ വന്നാൽ നീ പരുക്കൻ വസ്ത്രം ധരിക്കുമോ? സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ പെരുമാറുമോ? അമ്മയെക്കുറിച്ച് വ്യസനിക്കുന്നവനെ പോലെ തലകുനിച്ച് നടക്കുമോ? ദൈവത്തിൻ്റെ ചോദ്യമാണ്. കർത്താവിൻ്റെ ക്രൂശ് മറുപടി നൽകട്ടെ. കർത്താവിൻ്റെ അനുഭവം മറുപടി നൽകട്ടെ. കർത്താവിനെ ന്യായം വിസ്തരിച്ചതിനെക്കുറിച്ച് ഒരു പാരമ്പര്യ കഥയുണ്ട്. പീലാത്തോസിൻ്റെ കൊട്ടാരവളപ്പിൽ അനേകായിരങ്ങൾ കൂടിയിട്ടുണ്ട്. ഒരു ചിന്തകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ആ കർത്താവിനെ ന്യായം വിധിച്ച സ്ഥലത്ത് താനൊന്ന് പോയി നോക്കാം. അവൻ മനസ്സുകൊണ്ട് അവിടെ എത്തുകയാണ്. അവനിങ്ങനെ കർത്താവിനെ ന്യായം വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന ആ കളത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് പലരും അട്ടഹസിക്കുന്നുണ്ട്. അവൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് 10 പേരുണ്ട്. ഇവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ചു പറയുന്നു. ഉടനെ ഈ ചിന്തകൻ അവരുടെ ഇടയിലായി നിന്നുകൊണ്ട് അവരോട് അന്വേഷിക്കുകയാണ്, രഹസ്യം ചോദിക്കുക. അല്ല സഹോദരങ്ങളെ, ഒരു സംശയം. ഇവൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനാ ഇവനെ ക്രൂശിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് ദ്രോഹം ചെയ്തു? ഒരിക്കലും അവൻ ദ്രോഹം ചെയ്തിട്ടില്ല. ഞങ്ങൾ 10 പേര് കുഷ്ഠരോഗികളായിരുന്നു, ഞങ്ങളെ തൊട്ട് സൗഖ്യമാക്കിയത് ഇവനാണ്. ചിന്തകനൊന്നും പറയാതെ തലകുനിച്ച് മുൻപോട്ട് പോയി. അതാ ഒരു മനുഷ്യൻ ആക്രോശത്തോടെ അലറി വിളിച്ച് തുള്ളിച്ചാടുന്നു. ഇപ്പോൾ ഇവനെ ക്രൂശിക്കണവനെ വെച്ചോണ്ടിരിക്കരുത്. ഈ ചിന്തകൻ ആ മനുഷ്യനെ സമീപിച്ച് ചോദിക്കുന്നു, അല്ലയോ സഹോദര, എന്തിനാണ് നിനക്ക് ഇത്ര ഉന്മേഷം ഇവനെ ക്രൂശിക്കാൻ പറയാൻ? ഇവൻ നിനക്കോ കുടുംബത്തിനോ സഹോദരങ്ങൾക്കോ വല്ല ദോഷം ചെയ്തു? ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ 38 വർഷം തളർന്നു കിടന്നവനായിരുന്നു, എന്നെ സൗഖ്യമാക്കിയത് ഇവനായിരുന്നു. ആ ചിന്തകൻ്റെ ആശയം അവിടെ കൂടി അവനെ ക്രൂശിക്കുക എന്ന് അലറി വിളിച്ച പൂഴിവാരി എറിഞ്ഞ പലരും, അതിൽ നല്ല ശതമാനം, മുഴുവൻ പേരും കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം, ഒരു ഉപദേശം സ്വീകരിച്ചവരായിരുന്നു, എന്തെങ്കിലും ഒരു അനുഭവം പ്രാപിച്ചവരായിരുന്നു. പക്ഷേ സമൂഹം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരും അറിയാതെ പറഞ്ഞു പോയി. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ചിലരൊക്കെ സാഹചര്യങ്ങളുടെ തള്ളിക്കയറ്റത്താൽ നമ്മളെ ക്രൂശിക്കാൻ പറഞ്ഞെന്നിരിക്കും, നമുക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്നിരിക്കും. കാരണം കള്ളസാക്ഷികളുടെ വാക്കുകൾക്ക് ശക്തിയാണ്. ന്യായീകരിക്കേണ്ടവരാരും അവിടെ കാണത്തില്ല. കർത്താവിനെ ക്രൂശിച്ച സമയത്ത് ആരുണ്ടായിരുന്നു? അവനൊറ്റയ്ക്കാ കൊലമരം ചുമന്നുകൊണ്ട് പോയത്. ഒരു ശിഷ്യനും കൊലമരം ചുമക്കാൻ പറ്റിയില്ല. അവസാനം കർത്താവ് തളർന്നു വീണപ്പോൾ കുറേനക്കാരൻ ശീമോനാണ് ആ കുരിശൊന്ന് വഹിക്കാനെങ്കിലും അവസരം കിട്ടിയത്. അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും പിതാവായ കുറേനക്കാരൻ ശീമോൻ, അവന് അതിനുപോലുമുള്ള അവസരം കിട്ടിയത്. സ്ലീഹന്മാരിൽ ആർക്കും കൊലമരം ചുമക്കുവാനുള്ള ഒരു അവസരം അന്നേരം കിട്ടിയില്ല. എൻ്റെ വാത്സല്യമുള്ളവരെ, സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ പെരുമാറിയിട്ടും, ആത്മദമനം ചെയ്ത് ചിലരെ സ്നേഹിച്ചിട്ടും, മാതാവിനെ കരുതുന്നത് പോലെ, മാതാവിൻ്റെ പ്രയാസം പോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കരുതിയിട്ടും ഒക്കെ പിന്നെയും ഉപദ്രവിക്കാൻ മുന്നിട്ട് വരികയാണ്. അതുകൊണ്ടാണ് വീഴ്ചയിൽ കൂട്ടം കൂടി സന്തോഷിച്ച്
അനാവശ്യങ്ങൾ പറഞ്ഞ് പഴിച്ചു പറഞ്ഞ ആ ജീവിതാനുഭവം പോലും പരാതിയില്ലാതെ സ്വീകരിക്കുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾ ഒരു പുതിയ രൂപാന്തരത്തിനിടയാകട്ടെ. ധ്യാനാത്മകമായി നമുക്ക് പാടാം. ശത്രുക്കൾ നിന്നെയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ശത്രുത്വം വർദ്ധിച്ചാൽ, പീഡകൾ കൂടിയാൽ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. അതേ വാത്സല്യമുള്ളവരെ, ഇവിടെ കുറച്ച് പേര് പഴിച്ചു പറയുമ്പോൾ നമ്മളുടെ നന്മയെ നമ്മൾക്ക് ശക്തി നൽകുന്ന സ്വർഗദൂതന്മാരുടെ വലിയ ഗണത്തെ നമുക്ക് കാണാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവസ്വരം കേൾക്കാം. ദൈവം തമ്പുരാൻ തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.